വരെ റൈഡർ സ്ലീപ്പയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ കഴിഞ്ഞ 2 എപ്പിസോഡുകൾ എന്ന് വെച്ചാൽ പാഷൻ പ്രോ റീസ്റ്റോറേഷൻ്റെ കഴിഞ്ഞ 2 എപ്പിസോഡുകൾ കണ്ടിട്ടുള്ളവർ പക്കയായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എപ്പിസോഡാണ് പാഷൻ പ്രോ റീസ്റ്റോറേഷൻ്റെ 3ാമത്തെ എപ്പിസോഡ്. അപ്പം നമ്മൾ ഇന്ന് ആ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പണി എന്തൊക്കെ ആയി, ഇപ്പോൾ എന്തൊക്കെ പണിയാണ് നടക്കുന്നതെല്ലാം കാണിച്ചു തരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആ പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ തന്നെയാണ്. അപ്പം ഇതുവരെ നമ്മുടെ ആ ഒരു 2 എപ്പിസോഡും കാണാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, കയറി കണ്ടിട്ട് വരിക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് കറക്റ്റ് ആ ഒരു ഫ്ലോ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം, ആ ഒരു പണികളിലോട്ട് പോവാം. നമ്മുടെ സ്റ്റിക്കർ റിമൂവിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റിക്കറെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ വണ്ടിയുടെ സൈഡിലത്തെ പോർഷനാണ് കേട്ടോ. കേട്ടോ ഹീറോ ഹോണ്ട എന്നുള്ള എഴുത്തൊക്കെ ഉണ്ട്. ഈ ഒരു സ്റ്റിക്കറാണ് ഇപ്പോൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൊണ്ടുവന്ന സ്റ്റിക്കർ ഈ ഒരു ക്വാളിറ്റിയിലുള്ളതായിരിക്കും. നോക്കിയായിരുന്നു. അപ്പം ഇതെല്ലാം ഇളക്കിയിട്ട് നമ്മൾ പെയിന്റ് ചെയ്തിട്ട് ഇവിടെ കയറ്റും. നമുക്ക് എന്നത്തേന് കഴിയായിരിക്കണോ? എന്തായാലും കുഴപ്പമില്ല, ഇച്ചിരി സമയം എടുത്താലും വേണ്ടിയില്ല. ഈ ഒരു മഴ കണ്ട കാലാവസ്ഥ കണ്ട, നമ്മുടെ ന്യൂനമർദ്ദം. ഒന്നാമതേ 2020 ദുരന്ത വർഷമാണ്. പിന്നെ എന്തൊക്കെയാ ഇനി വരാനായിട്ട്, ഇനി എന്തൊക്കെയാ കൊട്ടിക്കാലാശമായിട്ട് കാറ്റ് വരാനിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റിക്കർ ഇളക്കിയിട്ട് സ്റ്റിക്കർ അടിച്ച ഭാഗത്ത് പെയിന്റ് നോക്കിയാൽ പക്കയായിട്ടിരിക്കുന്നു. അവിടെ ഒന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എല്ലാം പണി കഴിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു. എല്ലാം പേപ്പറൊക്കെ പിടിച്ച് പക്കയായിട്ട് കണ്ട. ബാക്കത്തെ ഗ്രാബറയിലൊക്കെ കണ്ട ഫുള്ള് പേപ്പറൊക്കെ പിടിച്ച് പെയിൻറ്റ് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ടാങ്കിൻ്റെ കാര്യം, ഇതിപ്പം ടാങ്കിനകത്ത് വെള്ളം നിറച്ച് വെച്ചേക്കും കേട്ടോ. വെള്ളം നിറച്ച് വെച്ചേക്കാണ്. ഇപ്പോൾ ടാങ്കിൽ ഞാൻ കാണിച്ചായിരുന്നു, കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്തേക്കാം. ഫസ്റ്റ് സെക്കൻഡ് എപ്പിസോഡ് പോയി കണ്ടിട്ട് വരിക കേട്ടോ. അത് 3ാമത്തെ എപ്പിസോഡാണ്. ഇത് കണ്ടോ ബാക്കിലത്തെ ഇവിടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഓട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെൽഡൊക്കെ ചെയ്ത് ഇനി ഇതിനകത്ത് പുട്ടിയൊക്കെ ഇട്ട് അടയ്ക്കുമെന്ന് തോന്നുന്നു. എന്തായാലും വെൽഡ് ചെയ്ത് അതെല്ലാം അടച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിനകത്ത് നിറച്ച് വെള്ളം കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ പെയിൻ്റൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ചെറിയ ഒരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, അവിടെയും അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം, നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ ഉപയോഗിക്കില്ല. നമുക്ക് ടാങ്ക് വേറെ സെക്കൻഡ് ടാങ്ക് നമുക്ക് കയറ്റി വെക്കാം. എന്തായാലും നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. പെയിൻ്റ് അടിയൊക്കെ ഈ ഒരു കാലാവസ്ഥയിൽ ഇങ്ങനെ ഇഴയുന്നതാണ് കേട്ടോ. ഇവിടെ ബാക്ക് പോർഷൻ്റെ സ്റ്റിക്കർ ഇവിടെ റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ന് മൊത്തം സ്റ്റിക്കർ റിമൂവ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതൊക്കെ ഇനി സ്റ്റിക്കറെല്ലാം എടുത്ത് കളഞ്ഞ് പക്കയായിട്ട് പെയിൻ്റ് അടിച്ചെടുക്കണം. നമ്മുടെ ചെയ്സ് കണ്ടിരിക്കുന്നു. ഇതൊക്കെ പെയിൻ്റ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് പൊളിയാക്കി എടുക്കണം. ഇത് ഇളക്കി എടുത്തിട്ട് നമുക്ക് പിന്നെ മറ്റേ പ്ലേറ്റിങ്ങിന് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ പുരോഗമന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു സൈഡിലത്തെ പീസിലും വെൽഡിങ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ടാങ്കിൻ്റെ കൂടെ തന്നെ ഈ ഒരു സാധനമൊക്കെ ചെയ്തിരിക്കുകയായിരുന്നു. 2 ആവാറായിരിക്കുമായിരുന്നു. അപ്പോൾ അതും വെൽഡ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം വെൽഡിങ് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് കേട്ടോ. അപ്പം ടാങ്കിൽ ഇവിടെ എല്ലാം പെട്രോൾ ഇട്ട് വെച്ചേക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ ഇട്ട് വെച്ചേക്കാണ്. കാരണം ഈ നമ്മുടെ സ്റ്റിക്കർ റിമൂവ് ചെയ്തെടുത്തെല്ലാം നല്ലപോലെ ഇളവ് വരാനായിട്ട് ഡീസൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഇവിടെ എല്ലാം പേപ്പർ പിടിച്ച് ഇതെല്ലാം സെറ്റാക്കിയിട്ട് പ്രൈമർ അടിക്കും. അപ്പം ഈ ഒരു ടാങ്കിലും മറ്റേലൂടെ വെൽഡ് ചെയ്തതിന് ഏകദേശം നമുക്ക് 150 രൂപയാണ് ആയിട്ടുള്ളത് കേട്ടോ. എല്ലാം സെറ്റാക്കി ഫിനിഷ് ചെയ്ത് വെൽഡിങ് എല്ലാം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അവർക്ക് 150 രൂപയും. നമുക്ക് ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സർവീസ് സെൻറ്ററിലും പിന്നെ ഈ ഒരു പിന്നെ വെൽഡിങ്ങിൻ്റെ റേറ്റും ആയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ വർക്ക്ഷോപ്പിലെ റേറ്റും പിന്നെ ഈ പെട്രോൾ പിന്നെ പെയിൻറ്റ് അടിക്കുന്നത് അതെല്ലാം ഞാൻ വഴിയെ പറയാം. എത്ര രൂപ ആയെന്നുള്ളതല്ല വേറെ എല്ലാം ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ വെച്ചാൽ വരെ നമ്മുടെ ഫസ്റ്റ് കോട്ട് പ്രൈമർ അടിക്കാൻ പോവാണ്. ഇപ്പം ഇത് നമ്മുടെ ചേസിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യം നിങ്ങൾ അടിക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം നോക്കുകയാണേ. ഇപ്പം എന്തായാലും ഫസ്റ്റ് കോട്ട് പ്രൈമർ അടിക്കുന്നതാണ് നമ്മളിപ്പം കാണാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു കളർ പ്രൈമറാണേ. ഈ അമ്പാടി പിന്നെ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നൊരു കടയാട്ടോ. അപ്പം പിന്നെ നമുക്ക് പുതിയത് മേടിക്കുന്നതായിരിക്കും നല്ലല്ലേ. അപ്പം നട്ട് ബോൾട്ട് മാത്രം ചെയ്യാം. നട്ട് ബോൾട്ട് മാത്രം ചെയ്താൽ മതി. സാരി കാർഡ് ഇതൊക്കെ ചെയ്യാൻ നല്ല പൈസ ആവല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അതെ, ഒന്നീ സെക്കൻഡ് അല്ലെങ്കിൽ പുതിയതോ മേടിക്കാം. ഇതൊന്ന് പിടിച്ചാൽ
ഇപ്പോൾ ഇതൊക്കെ പ്ലേറ്റിങ് ചെയ്യുമ്പോൾ നല്ല പൈസയാണ്. ചേട്ടാ ഇത്ര സാധനത്തിന് എന്തോ വിലയാണ് പറയണേ? നട്ടും പോയിട്ട് ഒന്നും പോകല്ലേ, കാരണം മേടിക്കാൻ കിട്ടത്തില്ല കേട്ടോ. ഇത്ര സാധനത്തിന് എത്ര രൂപയാണ്? 800 ലാസ്റ്റാവും. സാധനങ്ങളൊക്കെ ഒരുപാട് പ്ലേറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ നമ്മുടെ ഹാൻഡിലും സാരി കാർഡും പ്ലേറ്റിങ്ങിനും കൊണ്ടുവന്നു. പക്ഷേ അത് ഒരുപാട് റേറ്റാവും. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഫ്രഷ് മേടിക്കാനല്ല. അപ്പോൾ അത് രണ്ടും നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അഞ്ചൽ ആയൂർ റോഡിൽ ഒരു സൈഡിലുള്ളൊരു ചെറിയൊരു കടയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ വാങ്ങിക്കുന്നതിനെക്കാട്ടി റേറ്റ് കൂടുതലാവും തോന്നുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സാധാരണ മേടിക്കുന്നതിനെക്കാട്ടി റേറ്റ് കൂടുതലാവും തോന്നുന്നു പ്ലേറ്റിങ്. അപ്പം പക്ഷേ എല്ലാം ഒന്നും കിട്ടത്തൊന്നുമില്ല. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ചെയ്യാൻ കൊടുത്തത് പിന്നെ പറഞ്ഞൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഹാൻഡിലും പിന്നെ സാരി കാർഡൂടെ ചോദിച്ചപ്പം തന്നെ ഏകദേശം 700 രൂപയുടെ അടുത്ത് വരുമെന്ന് തോന്നുന്നു. അത് നമുക്ക് പിന്നെ എന്തായാലും പുതിയത് മേടിക്കുന്ന ലാഭം. അപ്പോൾ അത് ഈ ഒരു എപ്പിസോഡ് വരാനായിട്ട് ഇത്ര ലേറ്റ് ആവുന്ന വേറൊന്നും കൊണ്ടല്ല. ഇത്രയും ദിവസത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയും പിന്നെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ പണി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒറ്റ എപ്പിസോഡായിട്ടാണ് കണ്ടുപോകുന്നത്. പക്ഷേ ഇതിപ്പം 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ പണി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുട്ടിപ്പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തൊട്ട് മുമ്പ് ഞങ്ങൾ കണ്ടത് പിന്നെ ടാങ്കിൽ പ്രൈമർ അടിക്കുന്നതായിരുന്നു. പ്രൈമറെല്ലാം പേപ്പറൊക്കെ പിടിച്ച് ടാങ്ക് പുട്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ടാങ്ക് മാത്രമല്ല, ഈ ഒരു ടാങ്ക് നമ്മുടെ സൈഡിലത്തെ 2 പീസ് പിന്നെ ബാക്കിലത്തെ ആ ഒരു 2 പീസും ഫ്രണ്ടിലത്തേതും ഇത് ഇത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിക്കർ വർക്കുള്ള ഭാഗമാണ്. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് പെയിൻറ്റ് അടിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ പോയിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വരാൻ പറ്റത്തുള്ളൂ. സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് നമുക്ക് ക്ലിയർ അടിക്കണം. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ആ ഒരു ഭാഗങ്ങളുടെ എല്ലാം പുട്ടിപ്പണി എല്ലാം കഴിഞ്ഞ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാനിത് കാണിക്കാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഫുള്ള് കാണിക്കണമെങ്കിൽ ഞാൻ ഫുൾ ടൈം ഇവിടെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മുടെ ചേസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ചേസിൻ്റെ വർക്ക് നടക്കുന്ന കണ്ടില്ലേ, ചേസിൻ്റെ വർക്ക് ഇതാണ്ട് അത്യാവശ്യം പിന്നെ ഈ പ്രശ്നമുള്ള ഭാഗത്തൊക്കെ പുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പേപ്പർ പിടുത്തവും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചേസിൻ്റെ പണി ഇതാണ് കേട്ടോ. പിന്നെ ടാങ്കിൻ്റെ കാര്യം ഞാൻ കാണിച്ചല്ലോ. ആണ്ടോ നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങൾ പുട്ടിയിട്ടതും പിന്നെ പ്രൈമർ അടിച്ചതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ പണി ഇവിടെ നടക്കുന്നുണ്ട്. ഈ നമ്മുടെ ക്രാഷ് കാർഡിൽ പ്രൈമർ അടിച്ചിട്ടില്ലല്ലേ? ഓക്കെ, നമ്മുടെ മറ്റേ വെൽഡ് ചെയ്ത സ്ഥലം കണ്ടോ? അപ്പോൾ അവിടെയൊക്കെ പുട്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ അത്യാവശ്യം സ്ക്രാച്ചൊന്നും ഇല്ലാത്ത ഭാഗങ്ങളായിരുന്നു. ഇതൊക്കെ പ്രൈമർ അടിച്ചിട്ടുണ്ട്. ഇപ്പം ഉടനെ വർക്കുകൾ എത്ര ദിവസം കൊണ്ട് തീരുക? ഇനിയിപ്പോൾ പെട്ടെന്ന് തരത്തില്ലാണ്. ഇന്ന് നമുക്കൊരു ഇന്ന് നാളെയൊക്കെ ആയിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം നമുക്ക് ആ ഒരു പിന്നെ ടാങ്കും ഇതുമെല്ലാം ഇവിടെ പെയിൻറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്നത് സ്റ്റിക്കർ വർക്ക് ചെയ്യണം. അതെല്ലാം ഞാൻ വഴിയെ കാണിക്കാം. അണ്ണാ ഇപ്പോൾ നമ്മളിപ്പോൾ ഏത് പെയിൻറ്റ് അടിക്കാൻ പോകുന്നത്? ഇത് ബേസ് റെഡ് അടിക്കുന്നതിന് മുമ്പായിട്ടുള്ള ബേസ് കോട്ട് പെയിൻ്റാണ് അടിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ മുകളിലല്ലേ പിന്നെ റെഡ് വരുന്നത്? അത് അടിച്ചിട്ട് കാണിക്കാം. പെയിന്റ് ഒന്നാമത് ക്യാമറയ്ക്കകത്ത് പെയിന്റ് കയറിയ പണി കിട്ടും. പറന്നു പിടിക്കത്തില്ലല്ലേ? കഴിഞ്ഞ വട്ടം പ്രൈമർ അടിക്കാൻ വന്ന എൻ്റെ മണ്ടലെല്ലാം കൂടെ കയറി 2 ദിവസം പണിയായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു ബേസ് പെയിന്റ് അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെഡ് അടിക്കുന്നതിന് മുമ്പായിട്ട് ആ റെഡ് പിടിക്കാനായിട്ട് ആ ബ്ലാക്ക് ഉള്ളിടത്തൊന്നും അത് അടിക്കണ്ടല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ റെഡ് പീസ് വരുന്നിടത്തെല്ലാം ആ ഒരു പിന്നെ ബേസ് അടിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു റെഡ് പോഷൻ വരുന്നിടത്തെല്ലാം നമ്മുടെ ബേസ് കോട്ടായിട്ടുള്ള വൈറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡ് പീസ് ബാക്കിലത്തെ ആ ഒരു പീസിനകത്തെല്ലാം വൈറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ ടാങ്കിനകത്ത് ബ്ലാക്കാണ് വരുന്നത്, റെഡ് സ്റ്റിക്കറാണ് വരുന്നത്. അപ്പം ഇതിന് ബേസായിട്ട് ബ്ലാക്കാണ് അടിക്കുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഒരു ബ്ലാക്ക് അടിക്കുവാണെങ്കിൽ ഞാൻ അത് കാണിച്ചു തരാമേ. അല്ലെങ്കിൽ ഇതിനകത്ത് മൊത്തം ബ്ലാക്ക് ആയിപ്പോല്ലേ? അപ്പോൾ നമ്മളിത് സിൽവർ അടിക്കേണ്ടതുകൊണ്ട് ഇപ്പം ബ്ലാക്ക് അടിക്കുന്നത്. അപ്പോൾ അത് പേപ്പർ വെച്ചിട്ട് മറയ്ക്കാം കേട്ടോ. നമ്മുടെ പെട്രോൾ ഇറങ്ങി വരുന്ന ആ ഒരു കുറ്റി നമ്മുടെ ഇത് കാണിച്ചു തരാം. നമ്മുടെ ഇത് പിന്നെ വെൽഡ് ചെയ്ത സ്ഥലം അത് എവിടെ അറിയാൻ പോലും ഇല്ലല്ലോ. ഈ ഒരു ഭാഗമായിരുന്നല്ലേ? വേണ്ട അവിടെ അല്ല, ഫ്രണ്ടിലുണ്ടായിരുന്നു. അത് നമുക്ക് തിരിക്കുമ്പോൾ നോക്കാം. ഇതുണ്ടോ നമ്മൾ നിങ്ങൾ കുറച്ച് നേരം മുമ്പേ കണ്ടില്ലേ? അവിടെ മൊത്തം പുട്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഫിനിഷ് ചെയ്ത് വരുമ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുള്ള് ഇത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ബ്ലാക്ക് ബേസ് അടിക്കാൻ പോവാണേ.
കോച്ചമാരെ നമ്മുടെ ടാങ്ക് താണ്ട കരിമാട കുട്ടണ കണക്ക് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മുടെ ഒരു വെൽഡിങ് വന്ന സ്ഥലം. അപ്പോൾ അതൊന്നും അറിയാൻ പോലും ഇല്ല കേട്ടോ. വേറെ വെൽഡിങ് വന്ന സ്ഥലം ഈ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ അതെല്ലാം നല്ല പക്ക ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുണ്ട്. ഈ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സത്യം പറഞ്ഞ ഒരു കലയാണ് കേട്ടോ. ആ കലാകാരനാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ കോച്ചമാരെ നമ്മുടെ എഞ്ചിൻ ഭാഗം പണി തുടങ്ങി കേട്ടോ. എഞ്ചിൻ ഭാഗത്ത് താണ്ടെ നമ്മുടെ വെള്ളം കയറാത്ത രീതിയിൽ കവറൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം തേച്ചരച്ച് കഴിവാണ് കേട്ടോ. ആദ്യം വാഷിംഗ് പരിപാടിയാണ്. നമ്മുടെ മച്ചാൻ്റെ പേരെന്താണ്? അനസ് വെച്ച് മാക്കായിരുന്നു ഇറക്കിയാണ്. അപ്പോൾ എൻജിൻ ഭാഗത്തിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു സൈലൻസറിൻ്റെ ഗാർഡിൻ്റെയൊക്കെ പേപ്പർ കൊടുത്ത കാര്യങ്ങളൊക്കെ അടക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന ബേസ് കോട്ട് അടിച്ചു വെച്ചിരുന്ന ടാങ്ക് ഇനിയിപ്പോൾ നമ്മൾ സ്റ്റിക്കർ അടിക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ടോപ്പ് കോട്ട് അടിക്കാൻ പോവാണ്. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാമേ. നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന റെഡ് വരുന്ന ഭാഗത്ത് വൈറ്റ് ബേസ് കോട്ട് അടിച്ചു വെച്ചിരുന്ന എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ഉണങ്ങി പരുവായിട്ടിരിക്കുക, നല്ല ചൂടായി നല്ല രസമുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇതിനകത്ത് ചോപ്പ് അടിക്കാൻ പോവാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ രണ്ട് സൈഡും ബാക്കും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ചോപ്പാണ് ഇപ്പോൾ അടിക്കാൻ പോകുന്നത്. ഒരു സൈഡിലത്തെ റെഡിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് അവിടെ? ഇതിനകത്ത് ഇതിൻ്റെ മണ്ടയിൽ ഇനി ക്ലിയർ വരും കേട്ടോ. ഇതിപ്പോൾ അടിച്ചങ്ങോട്ട് വെച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ തൊടുന്നില്ല. ഇതിൻ്റെ മണ്ടയിൽ ക്ലിയർ വരുമ്പോഴത്തേനും കുറച്ചും കൂടെ പക്ക ഫിനിഷ് ആവും. പക്ഷേ ആ ക്ലിയർ അടിക്കുന്നതിന് മുമ്പിട്ട് നമുക്ക് സ്റ്റിക്കർ അടിക്കണം, എന്നാൽ മാത്രമേ ആ ഒരു പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് ചെയ്യുന്നത്. ടാങ്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ടാങ്കിനകത്ത് ഫുള്ള് ബ്ലാക്കാണ്. ഇപ്പം തന്നെ നമ്മുടെ ബേസ് ഈ ഒരു ബ്ലാക്ക് തന്നെ ക്ലിയർ ആയിട്ടുള്ള ബ്ലാക്ക് അടിക്കുമല്ലേ? ഇത് മാറ്റമല്ലേ? നമ്മുടെ ബേസ് കോട്ടാണ് കേട്ടോ. ബേസ് കോട്ട് മാറ്റടിച്ച് വെച്ചേക്കാണ്. ഇനിയിപ്പം ഇതെല്ലാം ഒന്ന് തുടച്ച് പൊടിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ പണി കിട്ടുമല്ലേ? പൊടി ഇരിപ്പുണ്ടെങ്കിൽ അത് തന്നെ ഇരിക്കും അവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇനി നമ്മൾ ബ്ലാക്ക് എത്ര കോട്ട് അടിക്കും നമ്മൾ? ഒരു കോട്ട് ബ്ലാക്ക് അടിക്കും, പിന്നെ അതിൻ്റെ വേണ്ട സ്റ്റിക്കർ അടിക്കും, പിന്നെ അതിൻ്റെ വേണ്ട ക്ലിയർ. ഇനി അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പെയിൻറ്റിങ് വരുന്നത്. അപ്പം ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ ടോപ്പ് കോട്ട് അടിക്കാൻ പോവാണേ. അപ്പം നമ്മുടെ ടോപ്പിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ടോപ്പിൻ്റെ അല്ല, പെയിൻറ്റിൻ്റെ രണ്ടാമത്തെ കോട്ടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൽ ഞാൻ തൊടുന്നില്ല, ഇപ്പം പണി കഴിഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ മണ്ടയിലാണ് കേട്ടോ സ്റ്റിക്കർ ഒട്ടിക്കുന്നത്. ഈ കോലത്തിൽ തന്നെ നമ്മൾ ഷോപ്പിൽ വേറൊരു ഷോപ്പിൽ കൊണ്ടുപോയിട്ട് സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഷോപ്പിൽ നമ്മുടെ റെഡ് സ്പോട്ടിൽ അവിടെ പോയി സ്റ്റിക്കർ ഒട്ടിക്കും. സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മണ്ടയിൽ ക്ലിയർ അടിക്കും കേട്ടോ. അങ്ങനെയാണ് സംഭവം വരുന്നത്. അപ്പം നമ്മൾ സാധനം എല്ലാം കൊണ്ടുവന്ന് റെഡ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇത്ര സാധനമാണ് കൊണ്ടുവന്നേക്കുന്നത്. ഒന്ന് ടാങ്ക്, പിന്നെ രണ്ട് സൈഡിലത്തെ രണ്ട് കവർ, പിന്നെ ബാക്കിലത്തേൻ്റെ 2 പീസ്. ഇതിന് ഇത്രയാണ് സ്റ്റിക്കർ വരുന്നത്. ഇപ്പോൾ നമ്മൾ അവിടെ ഈ ഒരു ഓട്ടോയിലാണ് കേട്ടോ കൊണ്ടുവന്നത്. അവിടുന്ന് 70 രൂപയാണ്, വണ്ടിക്കൂലി 70 രൂപ ആയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ നമ്മളുള്ള റെഡ് സ്പോട്ടില്ല. ഇനിയിപ്പോൾ ഇത് ഒട്ടിക്കുന്നത് കാണാം കേട്ടോ. 10,000 പേര് വെച്ച് കാണുന്നുണ്ട് നമ്മുടെ റെഡ് സ്പോട്ടിൻ്റെ വീഡിയോ ഒക്കെ നല്ല. അപ്പോൾ വശമാരെ നമ്മുടെ സ്റ്റിക്കറിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിസാഹസികമായിട്ട് നമ്മുടെ സാധാ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു പരിപാടിയാണ്. എന്താണ് സാധാ ഒട്ടിക്കുന്നതിൽ നിന്ന് വ്യത്യാസം? എന്ത് സംഭവം? കുറച്ചും കൂടെ ശ്രദ്ധിച്ച് ഒട്ടിക്കണമല്ലേ? വളഞ്ഞ് നല്ല കറുവൊക്കെ അല്ലേ? മറ്റേന്റെ അത്ര പശയും കാണത്തില്ലല്ലേ? ഇതെങ്ങനെയുണ്ട്? നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന എങ്ങനെയുണ്ട്? സാധാ എല്ലാവരും കൊണ്ടുവരുന്നതിന്റെ അത്ര ക്വാളിറ്റി ഉണ്ടോ? പല കമ്പനി ഉണ്ടെങ്കിലും നല്ല കമ്പനിയാണ്. ഇപ്പൊ കൊണ്ടുവന്നത് എങ്ങനെയുണ്ട്? നമ്മൾ തിരുവനന്തപുരത്ത് പോയി കൊണ്ടുവന്നയാ. ഇനിയിപ്പോ അറിയാമേ, കാരണം വെച്ചാൽ ലോക്കലേ കിട്ടിയുള്ളൂ. ഇളക്കുമ്പോ അറിയാൻ പറ്റുമല്ലേ? ഒട്ടിയിരിക്കുമല്ലേ? ഓശമാരെ അതിനകത്ത് ഫുള്ള് വണ്ടിയുടെ എല്ലാവിധമായിട്ടുള്ള സ്റ്റിക്കറുകളും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ സൈഡ് ബോക്സ്, ഇപ്പോൾ ഈ സൈഡ് ബോക്സ് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ സൈഡിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറാട്ടോ. ഇത് നമ്മുടെ ടാങ്കിൻ്റെ 2 സൈഡിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറുകൾ. പിന്നെ ടെയിൽ വേണ്ട ഈ ഒരു ബാക്ക് പോർഷനിൽ ഒട്ടിക്കാനുള്ള. ഇത് കൊച്ചു തന്നെയാണോ? APV എഡിഷൻ. അതുപോലെ തന്നെ ഇത് മറ്റേ വൈസറിൻ്റെ ആണെന്ന് തോന്നുന്നല്ലേ? വൈസർ കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ വൈസർ മാറ്റാൻ ഉദ്ദേശിച്ചേക്കുക. അപ്പോൾ എന്തായാലും ഇത് എടുത്ത് വെച്ചേക്കാം. എന്നിട്ട് വൈസർ ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേത് തന്നെ സെറ്റ് ചെയ്യാം. ഇനി ഇപ്പോൾ ടാങ്കിൽ അടിക്കാൻ പോകാം കേട്ടോ. അപ്പം ഇതിനകത്ത് നമുക്ക് ഈ ഒരു സൈഡിലത്തെ ഇത് വെച്ചിട്ട് വരണം അല്ലേ അണ്ണാ? ആദ്യം ഇത് ഒട്ടിച്ചില്ലെങ്കിലുള്ള കുഴപ്പം വെച്ചാൽ ആദ്യം ടാങ്ക് ഒട്ടിച്ച ടാങ്കിന്റെ പീസിൽ അങ്ങോട്ട് മാറി നമുക്ക് അറിയില്ല, വ്യത്യാസം വരും. ഇതിന്റെ കണ്ടിന്യൂഷൻ വരാൻ വേണ്ടിയാണ് സൈഡ് ആദ്യം ഒട്ടിച്ചിട്ട് ഇത് ഒട്ടിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ അത് തെക്കോട്ടിരിക്കും, വടക്കോട്ടിരിക്കും. കണ്ടിന്യൂഷൻ ഇങ്ങനെ വരണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആദ്യം ഈ സൈഡ് ഒട്ടിച്ചിട്ട് കാണാൻ പറ്റും. കറക്റ്റ് ആ ഒരു ഇത് അളന്നു കുറിച്ചുള്ള ഒരു വമ്പിച്ചൊരു നീക്കമാണല്ലേ? കണ്ടോ? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു വര എങ്ങനെ വരുന്നു, ഇങ്ങനെ കയറി പോകും.
ഇങ്ങനെ അറിയാത്തവര് നമ്മൾ സ്വന്തമായിട്ടൊക്കെ ഒട്ടിച്ചിരുന്നെങ്കിൽ എങ്ങനെയൊക്കെ എടുത്ത് ഒട്ടിച്ച് വെച്ചാൽ ടാങ്ക് ഒട്ടിക്കും. പിന്നെ വണ്ടി സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേന് നല്ല വൃത്തിയോട് വരികയും അല്ലേ? ഇത് മാറ്റാൻ പറ്റും. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡ് ടാങ്കിൻ്റെ സ്റ്റിക്കർ അടിക്കും കേട്ടോ. അച്ഛന്മാരെ നല്ല നൈസായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബാക്കിലത്തെ ഒരു സൈഡിലത്തെ പീസ് ഒട്ടിച്ചാണ്. അപ്പോൾ 2 പീസ് വരുന്നതിനകത്ത് രണ്ടും സെയിം പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീസിൽ ഒട്ടിക്കുന്നതാണ് കേട്ടോ 2 സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ അല്ലേണ്ണ ആകെ പണി പാളി. ഈ പീസിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു വരണ്ട. ഇതിപ്പോൾ എടുത്ത് വെക്കുമ്പോഴത്തേന് ഈ സാധനം തലയിരിഞ്ഞു പോകും. ഇത് ഒരെണ്ണമായിട്ട് മേടിക്കാനും കിട്ടൂലല്ലേ? ആകെ പാക്ക് ചെയ്തതിൻ്റെ പ്രശ്നമാണല്ലേ. ഇതിപ്പം തിരുവനന്തപുരത്ത് പോയി നമ്മൾ കൊണ്ടുവന്നതാണ് കേസ് മച്ചന്മാര്. ആകെ പണിപാളി. ഇതിപ്പോൾ എന്തായാലും ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ പണിപാളും. ബംഗ്ലാദേശിൽ നിന്ന് ഉഗാണ്ടയിൽ നിന്ന് വന്നതായിരിക്കും. കൊറോണ ആയതുകൊണ്ട് തിരിച്ചു പോകത്തുമില്ലെന്ന് പറയും. ഇത് സൂക്ഷ്മമായിട്ട് നോക്കുന്നത് പ്രശ്നമില്ല, പക്ഷെ ഈ പേര് തിരിഞ്ഞിരിക്കുന്നത് സൂക്ഷ്മമായിട്ട് അറിയാൻ പറ്റും. ആൾക്കാർ നോക്കുമ്പോഴേ വണ്ടിക്കകത്ത് ഇവൻ ആരുടെ ഈ സ്റ്റിക്കർ ഒട്ടിച്ചത് നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കാം. അതേ നടക്കത്തോളൂ. ഈ ഫോണിൽ അടിച്ചിട്ട് എന്താണ് കമ്പനിക്കാർ തന്ന പണിക്ക് നമ്മുടെ പൊടിയെണ്ണ ഇവിടെ കഷ്ടപ്പെട്ടിരുന്ന് ഡിസൈൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് തലയിരിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ അപ്പുറത്തെ പീസ്. ഇപ്പൊ നമ്മൾ അതേ കണക്ക് ഡിസൈൻ ചെയ്തെടുത്തോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഏക വകുപ്പ് അതേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഇനിയും തിരുവനന്തപുരത്ത് പോകേണ്ടി വരും. തന്ത്രപൂർവം നമ്മൾ അതിനകത്ത് പറയുന്നത് ഒരു എന്തൊരു നീക്കമാണ്, ഒരു അത്യുച്ഛലമായ ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇടത് പോസ്റ്റിൽ നിന്നും വലതിലേക്ക് കണ്ടോ. കമ്പനിക്കാർ നമ്മളെ പറ്റിച്ചതിന് നമ്മൾ കാണുന്നവരെ തന്ത്രപൂർവമായി പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും പറയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറ്റിച്ചിട്ടുണ്ട്? നമ്മളാരെയും പറ്റിച്ചിട്ടില്ല. എങ്ങനെയുണ്ട്? പിന്നെ അവസാനം മിനുക്ക് പണികളിലേക്ക് കടന്നിരിക്കുകയാണ്. ബബിളും കറുവൊക്കെ തേച്ച് ചൂടാക്കി വിടുക, കഴിയുക, പോവുക അല്ലേ? അതേപോലെ നമ്മൾ ടാങ്ക് എല്ലാം അടിച്ച് ഷോപ്പിൽ കൊണ്ടുവന്നു കേട്ടോ. ഷോപ്പെന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു. അണ്ണാ എങ്ങനെയുണ്ട്? അഭിപ്രായം പറ, എങ്ങനെയുണ്ടോ ഒടിച്ചത്? ഒട്ടിച്ചൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു എമണ്ട ഒരു പണി കിട്ടി കേട്ടോ. അതല്ല ബൗൾസ് അല്ല, ഇത് 2 സാധനം എടുത്തിട്ട് എന്തെങ്കിലും പിന്നെ വ്യത്യാസം ഉണ്ടോയെന്നൊന്ന് പറ. അല്ല ഈ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നതിനകത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോയെന്നൊന്ന് പറ. നിനക്ക് വിട്, കൈ വിട്. സാധനം ഈ 2 പീസ് ഒരു സൈഡിലത്തെ തന്നെ ആയിരുന്നു അവന്മാര് കയറ്റി വിട്ടെ. പിന്നെ എന്താന്ന് അറിയാമോ, ഈ സാധനം തലയിരിച്ചങ്ങ് തലയിരിച്ച് ഒട്ടിച്ചിട്ടേ അപ്പം അക്ഷരം തലയിരിഞ്ഞു പോയി. പിന്നെ നമ്മളത് കട്ട് ചെയ്ത് വേറൊരു കമ്പ്യൂട്ടറിനകത്ത് അടിച്ച് പീസ് കണക്ക്, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങള് കണ്ടിട്ടാ പറഞ്ഞ പോലും ഇല്ലല്ലോ, അറിയാൻ പറ്റത്തില്ലല്ലേ. അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. നമ്മുടെ ടയറും സൈലൻസറും എല്ലാം പേപ്പർ പിടിച്ച് പുട്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാതെ പിന്നെ നമ്മുടെ ഷോക്കുകൾ എല്ലാം സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചേസും എഞ്ചിനും എല്ലാം ഇവിടെ സെറ്റായി ഇരിപ്പുണ്ട്. പിന്നീട് പെയിൻറ്റിങ് കഴിഞ്ഞത് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിനകത്തൊക്കെ ക്ലിയർ അടിച്ചാൽ മതി കേട്ടോ. ഈ തൂക്കിയിട്ടേക്കുന്നതിനകത്തൊക്കെ പെയിൻറ്റിങ് കഴിഞ്ഞാണ് കണ്ട. ഇതിനകത്തെല്ലാം ഇനി ക്ലിയർ അടിക്കണം. അത്യാവശ്യം പെയിൻറ്റിങ്ങിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഷോപ്പിൽ കൊണ്ട് ഇതെല്ലാം റീസെറ്റ് ചെയ്യണം. അതെല്ലാം കൂടെ ഒരു എപ്പിസോഡിൽ പറ്റുവാണെങ്കിൽ ഒരു എപ്പിസോഡ് ഉൾക്കൊള്ളിക്കുക, അല്ലെങ്കിൽ അതൊരു 2 എപ്പിസോഡായിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കിടക്കാച്ചി ഒരു റൈഡ് ഇറങ്ങുന്നുണ്ട്. പിന്നെ നമ്മുടെ 100K സബ് ആവാൻ പോകുന്നു. അപ്പോൾ അതിന് ഒരുപാട് സമ്മാനങ്ങളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോകളും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കനും ചവിട്ടി പിടിച്ച് കിണി അടിച്ചേക്കാം. എന്നാലും അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും മച്ചന്മാരെ ബൈ ബൈ, റൈഡർ സ്ലീപ് ബൈ.